കടുത്തുരുത്തി കേരള കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ തന്നെ ഏറ്റവും ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന മണ്ഡലമാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പാലായേക്കാൾ കൂടുതൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് പ്രവർത്തകർ, അതിപ്പം മണിയുടെ അനുയായികളാണേലും ജോസഫിൻ്റെ അനുയായികളാണേലും ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ള ഒരു നിയോജക മണ്ഡലം കടുത്തുരുത്തിയാണ്. വളരെ കാലങ്ങളായിട്ട് അവിടെ കേരള കോൺഗ്രസ് ഒന്നുകിൽ ഏതെങ്കിലും ഒരു വിഭാഗം മാറി മാറി ജയിച്ചു പോന്നിട്ടുള്ള സ്ഥലമാണ്. അവിടെ ദീർഘകാലമായി, എനിക്ക് തോന്നുന്നു 1996 മോൻസ് ജോസഫ് വിദ്യാർത്ഥി KSC വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ആദ്യം മത്സര രംഗത്ത് വരുന്നത്. ആ 96 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ച ശേഷം 2001 മോൻസ് ജോസഫ് പരാജയപ്പെട്ടു. അത് സ്റ്റീഫൻ ജോർജ്, കേരള കോൺഗ്രസിൻ്റെ തന്നെ മറ്റൊരു വിഭാഗമായ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഇപ്പോഴത്തെ എമ്മിൻ്റെ നേതാവാണ്. അദ്ദേഹവുമായി പരാജയപ്പെട്ട് 2001. അതിനുശേഷം 2006 മുതൽ ഇങ്ങോട്ട് തുടർച്ചയായിട്ട് മോൻസ് ജോസഫ് ജയിച്ചു പോരുകയാണ്. എനിക്ക് തോന്നുന്നു 2016 നമ്മൾ ഈ കണ്ണൂരെ ചില നിയോജക മണ്ഡലങ്ങളിൽ പറയുന്നത് പോലെ 40,000-ത്തിലധികം ഭൂരിപക്ഷത്തിന്, അന്ന് സ്കറിയ തോമസാണ് അവിടെ കടുത്തുരുത്തിയിൽ മറുഭാഗത്ത് LDFൻ്റെ സ്ഥാനാർത്ഥി. 40,000-ത്തിലധികം വോട്ടിന് മോൻസ് ജോസഫ് അവിടെ ജയിച്ചു. അതിനുശേഷം 2021 പക്ഷേ ആ ഭൂരിപക്ഷം വളരെയധികം കുറയുകയുണ്ടായി. അത് എനിക്ക് തോന്നുന്നു സ്റ്റീഫൻ ജോർജുമായി മത്സരിച്ചിട്ടുള്ള ഒരു തവണയൊഴിച്ച് ഇവർ പരസ്പരം സ്റ്റീഫൻ ജോർജും മോൻസ് ജോസഫും തമ്മിൽ മത്സരിച്ചപ്പോൾ ഒരു തവണ സ്റ്റീഫൻ ജോർജ് ജയിച്ചു. ഇവർ തമ്മിൽ 4 തവണ മത്സരിച്ചിട്ടുണ്ട്. ഒരു തവണ 12,000-ത്തിലധികം ഭൂരിപക്ഷം, ബാക്കി 2 തവണയും വളരെ നിസ്സാര ഭൂരിപക്ഷത്തിന് 3,000-ോട് അടുത്ത ഭൂരിപക്ഷത്തിനാണ് മോൻസ് ജോസഫ് ജയിച്ചിട്ടുള്ളത്. ഇത്തവണ അവിടെ മോൻസ് ജോസഫിനെതിരെ മത്സരിക്കുന്നത് പല അഭ്യൂഹങ്ങളും വന്നു. ജോസ് കെ മാണി ചിലപ്പോൾ മത്സരിക്കുമെന്ന് വന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യ മത്സരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ വന്നു. ഒടുക്കം ആ സ്ഥാനാർത്ഥിയായി വന്നത് നിർമ്മല ജിമ്മിയാണ്. നിർമ്മല ജിമ്മി കേരള കോൺഗ്രസ് പിളർന്ന ശേഷം, ഏറ്റവും ഒടുവിൽ പിളർന്ന ശേഷം മാണിയോടൊപ്പം നിന്ന വനിതാ നേതാക്കളിൽ ഏറ്റവും പ്രമുഖയായ വനിതയാണ്. അവർ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ അവർ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും പരാജയപ്പെടാത്ത ഒരു വനിത കൂടിയാണ്. ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട്, ലാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ടൊക്കെ അവർ പ്രവർത്തിച്ചു. പിന്നീട് ചുരുങ്ങിയ പീരീഡാണെങ്കിലും 2 തവണ 2 ടേമായി കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് 2021-22 2016 ശേഷവും 2 തവണ അവർ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ കോട്ടയം ജില്ലാ പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ചത് കുറവിലങ്ങാട് വാർഡ് ഉൾപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന്. ഈ ഡിവിഷൻ എന്ന് പറയുന്നത് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ പെടുന്നതാണ്. അങ്ങനെ ഒരു ബന്ധം കടുത്തുരുത്തി നിയോജക മണ്ഡലം അവർക്ക് അന്യമല്ല, അവർക്ക് നല്ല ബന്ധം കടുത്തുരുത്തി നിയോജക മണ്ഡലം ആയിട്ടുണ്ട്. ആ നിലയിൽ കേരള കോൺഗ്രസ് എമ്മിന് ശക്തമായി പ്രവർത്തകർ ഉള്ള ഒരു മണ്ഡലവും എന്ന നിലയിൽ വളരെ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. പിന്നെ ഉള്ളത് ഒരു പ്രധാനമായ ഘടകമെന്ന് പറയുന്നത് കടുത്തുരുത്തി പോലൊരു നിയോജക മണ്ഡലത്തിൽ കോട്ടയം മധ്യ കേരളത്തിലെ പൊതുവിൽ വരുന്ന ഒരു വികാരം, ഒരു ട്രെൻഡ്, അത് UDFന് അനുകൂലമായി ആണ് നമ്മൾ ഈ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിലാകട്ടെ ലോകസഭാ ഇലക്ഷനിലും പ്രകടമായിട്ടുള്ളത്. ഇപ്പോൾ ലോകസഭാ ഇലക്ഷനിലും തദ്ദേശ ഇലക്ഷനിലും ഈ മറ്റ് മണ്ഡലങ്ങളിൽ കാണുന്നത് പോലെ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലും UDFനാണ് ഭൂരിപക്ഷം. നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അവിടെ ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് മുന്നോട്ട് പോയാൽ UDF തീർച്ചയായിട്ടും മോൻസ് ജോസഫിന് അനുകൂലമായി വരാം. പക്ഷേ കാൻഡിഡേറ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ വളരെയധികം
യു ഡി എഫിൻ്റെ ആ ഒരു യു ഡി എഫ് പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗങ്ങളുമായി ആഴത്തിൽ ബന്ധമുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഈ നിർമ്മല ജിമ്മി എന്നുള്ളത് കൊണ്ടും മത്സരം കൂടുതൽ ശക്തമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കടുത്തുരുത്തിയിൽ എൻ ഡി എയുടെ സാന്നിധ്യം അവഗണിക്കാൻ കഴിയുന്നതല്ല. കാരണം കഴിഞ്ഞ തവണ അവിടെ മത്സരത്തിൽ 2021 ഏതാണ്ട് 11,160 വോട്ട് അവർക്ക് അവിടെ ലഭിച്ചിട്ടുണ്ട്. ഇത്തവണ അവിടെ എൻ ഡി എ കൊടുത്തിരിക്കുന്നത് ബി ജെ പിയുടെ കാൻഡിഡേറ്റ് അല്ല, അവിടെ മത്സരിക്കുന്നത് ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഇട്ടിക്കുന്നേൽ. അദ്ദേഹം മീനച്ചിൽ SNDP യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്ന ആളാണ് സുരേഷ്. മാത്രമല്ല ഈ റബ്ബർ ടിമ്പർ അസോസിയേഷൻ്റെ ഒരു സംസ്ഥാന പ്രസിഡൻ്റ് കൂടിയാണ്. ഏതായാലും അദ്ദേഹത്തിന് SNDP സമുദായത്തിന് ഇടയിൽ നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ആ മണ്ഡലത്തിൽ NDA ജനവിഭാഗങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്ന ആളുമാണ്. അപ്പോൾ ആ നിലയിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ അല്പം കൂടുതലും കൂടെ വോട്ട് അദ്ദേഹം പിടിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട്. അത് ഒരു നിർണായക ഘടകം തന്നെയാണ്. എങ്കിലും മൊത്തത്തിൽ പറഞ്ഞാൽ ഈ മധ്യ കേരളത്തിൽ പൊതുവെ ഉണ്ടാകുന്ന ഒരു ട്രെൻഡ് അത് യു ഡി എഫിന് അനുകൂലമാണ് എന്ന ഒരു ധാരണയുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ മെച്ചം യു ഡി എഫിന് ഈ കടുത്തുരുത്തി മണ്ഡലത്തിൽ ഉണ്ടാകാനാണ് എല്ലാ സാധ്യതയും.